വിർജീനിയ ബീച്ച് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന എഡ്ഡിയും എലൈസും ഡിന്നറും ഷോപ്പിംഗും കഴിഞ്ഞ് അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു നടന്നു വരികയായിരുന്നു. അപ്പാർട്ട്മെന്റിന്റെ ഡോർ തുറന്നകത്ത് കയറിയ എഡ്ഡിക്ക് അവർ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാളുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു. എഡ്ഡി ലൈറ്റുകൾ ഇട്ട ഉടൻ തന്നെ ഒരു ഇരുമ്പ് വടി കൊണ്ട് എഡ്ഡിയുടെ തലയുടെ പിറകിൽ ആരോ ആഞ്ഞടിച്ചു. എഡ്ഡിയുടെ കൈക്കാലുകൾ ആ മൂന്നാമൻ കയറ് കൊണ്ട് മുറുക്കി കെട്ടി. ശേഷം എലൈസിനെ ലക്ഷ്യം വെച്ച് അയാൾ നീങ്ങി. കുറച്ചു കഴിഞ്ഞ് ബോധം തെളിഞ്ഞ എഡ്ഡി കാണുന്നത് തൻ്റെ ഭാര്യയെ ആ അജ്ഞാതൻ മൃഗീയമായി പീഡിപ്പിക്കുന്നതാണ്. തൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് എഡ്ഡി ആ കയർ ഊരിയെടുക്കുവാൻ ശ്രമിച്ചു. ഒടുവിൽ കയർ ഊരിയതിനു ശേഷം എഡ്ഡി എലൈസിന്റെ അടുത്തേക്ക് ഓടുവാൻ തുടങ്ങി. ഉടൻ തന്നെ ആ അജ്ഞാതൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് എലൈസിന്റെ നെഞ്ചിൽ 3 തവണ കുത്തിയിറക്കി. മറ്റൊരു മാർഗവുമില്ലാത്തതുകൊണ്ട് എഡ്ഡി തൻ്റെ മുറിയിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് അയാളെ വെടിവെച്ച് കൊന്നു. ശേഷം എഡ്ഡി എലൈസിന്റെ അടുത്തേക്ക് ഓടി. എന്നാൽ അപ്പോഴേക്കും എലൈസ് മരിച്ചു പോയിരുന്നു. ആരാണ് ആ വീട്ടിലുണ്ടായിരുന്ന ആ മൂന്നാമൻ? അയാൾ എന്തിനാണ് എലൈസിനെ മാത്രം കൊന്നുകളഞ്ഞത്? എന്തുകൊണ്ട് എഡ്ഡിയെ അയാൾ കൂടുതൽ ഉപദ്രവിച്ചില്ല? എലൈസും ആ മൂന്നാമനും തമ്മിൽ എന്തേലും ബന്ധമുണ്ടായിരുന്നോ? ആ മരിച്ചുപോയ അജ്ഞാതനും പറയുവാൻ ഒരു കഥയുണ്ട്. എന്നാൽ ഈ കഥയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. സംഭവ സ്ഥലത്ത് പോലീസും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും എത്തി അന്വേഷണം തുടങ്ങിയപ്പോൾ ആ അജ്ഞാതനെ കുറിച്ചുള്ള എല്ലാ തെളിവുകളും അവർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ എലൈസിനെ കുത്തിക്കൊല്ലാൻ ഉപയോഗിച്ച ആ കത്തിയിൽ ഉണ്ടായിരുന്ന വിരലടയാളങ്ങൾ ആ മൂന്നാമൻ്റേതല്ലായിരുന്നു. അതായത് ആ വീട്ടിൽ അവർ 3 പേരുമല്ലാതെ 4മതൊരാൾ ഉണ്ടായിരുന്നു. US-ലെ വിർജീനിയയിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന നേവി എയർ സ്റ്റേഷനിലെ ഒരു ജീവനക്കാരിയാണ് എലൈസ് മാക്ഡസി. ജോലിക്ക് കയറി സാമ്പത്തികമായി മെച്ചപ്പെട്ടപ്പോഴാണ് അവർ എഡ്ഡിയെ പരിചയപ്പെടുന്നത്. എഡ്ഡി ഒരു കമ്പനിയിലെ ഒരു ഉയർന്ന സ്ഥാനത്താണെന്ന് എലൈസ് മനസ്സിലാക്കിയപ്പോൾ അവർ എഡ്ഡിയെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചു. അവർ രണ്ടുപേരും വലിയൊരു ആഡംബര ജീവിതമായിരുന്നു ആഗ്രഹിച്ചിരുന്നതും ജീവിച്ചിരുന്നതും. 2 പേർക്കും കിട്ടുന്ന ശമ്പളം സേവിങ്സിന് പോലും മാറ്റിവെക്കാതെ അവർ ദൂർത്തടിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ വളരെ നന്നായി തന്നെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് എലൈസിന്റെ ജീവിതത്തിൽ ഒരു ആഘാതം സംഭവിക്കുന്നത്. തൻ്റെ സഹജീവനക്കാരായ 5 പേർ ചേർന്ന് എലൈസിനെ എയർ സ്റ്റേഷനിൽ വെച്ച് ബലാത്സംഗം ചെയ്തു. അതിലൊരാളായിരുന്നു ക്വിൻസി ബ്രൗൺ. ഇതിനെതിരെ എലൈസ് തൻ്റെ മേലധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പരാതി നൽകിയെന്നറിഞ്ഞപ്പോൾ ആ 5 പേരും എലൈസിനെയും അവരുടെ ഭർത്താവിനെയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് എലൈസ് തനിക്ക് സംഭവിച്ചതെല്ലാം തൻ്റെ ഭർത്താവിനെ കൊണ്ട് ഒരു വീഡിയോ ക്യാമറയിൽ ഷൂട്ട് ചെയ്യിപ്പിച്ച് ഒരു വീഡിയോ ആക്കി വെച്ചിരുന്നു. അതിൽ അവർ 2 പേർക്കും എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദികൾ ആ 5 പേരുമാണെന്ന് എലൈസ് അതിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒടുവിൽ ആ ദിവസം വന്നെത്തി. സാർ, എൻ്റെ പേര് എഡ്ഡി. വിർജീനിയ ബീച്ച് അപ്പാർട്ട്മെന്റിലാണ് എൻ്റെ താമസം. എൻ്റെ അപ്പാർട്ട്മെന്റിൽ ആരോ ഒരാൾ അതിക്രമിച്ച് കയറി എൻ്റെ ഭാര്യയെ കുത്തിക്കൊന്നു. സ്വയം രക്ഷയ്ക്ക് വേണ്ടി അയാളെ എനിക്ക് കൊല്ലേണ്ടി വന്നു. നിങ്ങൾ പെട്ടെന്ന് ഇവിടെ എത്തണം. പോലീസ് സംഭവ സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. എഡ്ഡിക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യായിരുന്നു. അങ്ങനെ ആ അജ്ഞാതനെ പരിശോധിച്ചപ്പോഴാണ് അയാളുടെ ലൈസൻസും അവർക്ക് അയാളുടെ പേരും ലഭിച്ചത്. ക്വിൻസി ബ്രൗൺ. അതെ, എലൈസിന്റെ സഹജീവനക്കാരനും അവരെ ബലാത്സംഗം ചെയ്ത 5 പേരിൽ ഒരുവൻ. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് 95% തെളിവുകളും അവിടെ നിന്ന് തന്നെ ലഭിച്ചിരുന്നു.
ബെഡിലും എലൈസിന്റെ ശരീരത്തിൽ നിന്നും ക്വിൻസി ബ്രൗണിന്റെ സെമൻ അവർക്ക് ലഭിച്ചു. എന്നാൽ അവരെ സംശയത്തിലാക്കിയത് എലൈസിനെ കൊല്ലാൻ ഉപയോഗിച്ച ആ കത്തിയായിരുന്നു. ആ കത്തിയിൽ ക്വിൻസിയുടെ വിരലടയാളങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാലും അവർക്ക് കിട്ടിയ തെളിവുകളും വെച്ച് അവർ മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് എഡ്ഡി താൻ ഷൂട്ട് ചെയ്ത എലൈസിന്റെ ആ ദുരനുഭവത്തിന്റെ വീഡിയോയെക്കുറിച്ച് പോലീസിനോട് പറയുന്നതും അവർക്ക് കൈമാറുന്നതും. അങ്ങനെ പോലീസിന് ശക്തമായ എല്ലാ തെളിവുകളും കിട്ടിയതുകൊണ്ട് എഡ്ഡി തന്റെ സ്വയം സംരക്ഷണത്തിനായി ചെയ്തതാണെന്നും പറഞ്ഞ് പോലീസ് കേസ് അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ കേസിന്റെ അവസാന വിധി വരുന്നതിന്റെ 2 ദിവസം മുമ്പ് പോലീസിന് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു കോൾ വരുന്നു. സാർ, ഒരു പ്രശ്നമുണ്ട്. എലൈസ് മരിക്കാൻ കാരണമായ ആ കത്തി തന്നെയാണ് പ്രശ്നം. ആ കത്തിയുടെ ഒരറ്റത്ത് എലൈസിന്റെ ചോരയും മറ്റൊരറ്റത്ത് ക്വിൻസിയുടെ ചോരയുമായിരുന്നു. എന്നാൽ എഡ്ഡി പറഞ്ഞ കഥയിൽ എലൈസ് മരിച്ചതിന് ശേഷമാണ് ക്വിൻസിയെ താൻ കൊലപ്പെടുത്തിയതെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആ കത്തി ഉപയോഗിച്ച് ക്വിൻസി എലൈസിനെ കുത്തിയിരുന്നുവെങ്കിൽ എലൈസിന്റെ ചോര ക്വിൻസിയുടെ ദേഹത്ത് അല്പമെങ്കിലും തെറിക്കേണ്ടതാണ്. എന്നാൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. അതുമാത്രമല്ല, എഡ്ഡി ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ തോക്ക് കൊല നടക്കുന്നതിന്റെ 1 ദിവസം മുമ്പ് വാങ്ങിയതാണ്. ഇതിലെന്തോ ദുരൂഹത ഉണ്ട് സാർ. പക്ഷേ എലൈസിന്റെ ആ വീഡിയോയാണ് ഇതിനെല്ലാം എതിരായി നിൽക്കുന്നത്. അങ്ങനെ പോലീസുകാർ വീണ്ടും ആ കേസ് എഡ്ഡി അറിയിക്കാതെ ആഴത്തിൽ അന്വേഷിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവർ എത്തിപ്പെട്ടത് ക്വിൻസി ബ്രൗണിന്റെ മൊബൈൽ ഫോണിലേക്കായിരുന്നു. സംഭവം നടന്ന ദിവസം എലൈസ് ക്വിൻസി ബ്രൗണിന്റെ മൊബൈലിലേക്ക് രാത്രി 9:40 വിളിച്ചതായി കിടപ്പുണ്ട്. എന്നാൽ എഡ്ഡി പറഞ്ഞ കഥയിൽ 9:30 ക്വിൻസി തന്റെ വീട്ടിൽ വന്നെന്നും 9:35 എഡ്ഡി ക്വിൻസിയെ കൊന്നെന്നുമായിരുന്നു അയാൾ മൊഴി കൊടുത്തിരുന്നത്. അങ്ങനെ പോലീസിന്റെ എല്ലാ സംശയവും എഡ്ഡിയുടെ മേലിലായി. അങ്ങനെ പോലീസ് എഡ്ഡിയെ അറസ്റ്റ് ചെയ്തു. ഞാനും അവളും എന്നും ആഡംബര ജീവിതമായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ നമുക്ക് കിട്ടുന്ന ശമ്പളം അതിന് മതിയാവാതെ വന്നപ്പോൾ ഞങ്ങൾ കടം വാങ്ങി ആഘോഷിക്കുവാൻ തുടങ്ങി. എന്നാൽ അത് വലിയൊരു മണ്ടത്തരമായിരുന്നു. കടങ്ങൾ ഒരുപാട് കുമിഞ്ഞു കൂടിക്കൊണ്ടേയിരുന്നു. ഞങ്ങളുടെ ശമ്പളം മുഴുവനും കടമടച്ച് തീർക്കുവാൻ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ജീവിത രീതി നിലച്ചു തുടങ്ങി. അതിനുശേഷമാണ് എലൈസ് ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നും പണം തട്ടിയെടുക്കുവാൻ എന്നുള്ള ആലോചനയിൽ ഞാൻ എത്തിയത്. അങ്ങനെ ഞാനും എലൈസും കൂടെ ചേർന്ന് എലൈസിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന 5 പേരുടെ പേര് ചേർത്ത് ഒരു വ്യാജ ലൈംഗിക അതിക്രമം നടന്നതായി ഒരു വീഡിയോ ഉണ്ടാക്കി. ശേഷം ആ കേസ് ഊട്ടി ഉറപ്പിക്കുവാനാണ് ക്വിൻസി ബ്രൗണിനെ ഞങ്ങൾ വീട്ടിൽ വിളിച്ചു വരുത്തിയത്. ക്വിൻസി വീട്ടിൽ വരുന്ന സമയം നോക്കി ഞാൻ പുറത്തിറങ്ങിപ്പോയി. അങ്ങനെ അവർ 2 പേരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. എല്ലാം ഞങ്ങളുടെ പദ്ധതി പോലെ നടന്നു. ശേഷം ഞാൻ റൂമിൽ പ്രവേശിച്ച് ക്വിൻസിയെ അപ്പോൾ തന്നെ വെടിവെച്ചു കൊന്നു. കളഞ്ഞ് എല്ലാ തെളിവുകളും ശേഖരിച്ച് കമ്പനിയിൽ നിന്നും എലൈസിനുണ്ടായ മാനക്കേടിന്റെ പേരിൽ നഷ്ടപരിഹാരം ഈടാക്കാനായിരുന്നു ഞങ്ങളുടെ പദ്ധതി. നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണെങ്കിൽ പിന്നെ എലൈസ് എങ്ങനെയാണ് മരണപ്പെട്ടത്? നിങ്ങൾക്ക് ക്വിൻസിയുടെയിൽ നിന്നും എല്ലാ തെളിവുകളും ലഭിച്ചതിന് ശേഷം താൻ അയാളെ കൊന്നുകളഞ്ഞു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? പക്ഷേ എലൈസിന് ഇതിന്റെ ഇടയിൽ എന്ത് സംഭവിച്ചു? ക്വിൻസി മരണപ്പെട്ടെങ്കിൽ ആരാണ് എലൈസിനെ കൊന്നത്? കമ്പനിയിൽ നിന്നും $5 ലക്ഷം നഷ്ടപരിഹാരം വാങ്ങിയെടുക്കണം എന്നുള്ള പദ്ധതി ഇട്ടത് ഞാനും എലൈസും ചേർന്നായിരുന്നു. എന്നാൽ എലൈസ് പോലും അറിയാതെ എനിക്ക് മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു. എലൈസിന്റെ പേരിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരുന്നു. എലൈസ് മരിച്ചു കഴിഞ്ഞാൽ നോമിനിയായ എനിക്ക് ആ തുക ലഭിക്കും. $2 ലക്ഷം പോളിസിയായിരുന്നു അത്. അങ്ങനെ കമ്പനിയിൽ നിന്നും കിട്ടുന്ന നഷ്ടപരിഹാരവും ലൈഫ് ഇൻഷുറൻസ് പോളിസിയും ഒറ്റയ്ക്ക് സ്വന്തമാക്കാൻ ഞാൻ എലൈസ് പോലും അറിയാതെ ഒരു പദ്ധതി ഇട്ടു. എല്ലാ തെളിവുകളും ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ക്വിൻസിയെ ഞാൻ വെടിവെച്ച് കൊന്നുകളഞ്ഞു.
ശേഷം ഞാൻ ചെന്നത് എലേസിന്റെ അടുത്തേക്കായിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് എലേസിന്റെ നെഞ്ചിൽ ആ കത്തി ഞാൻ ആഴത്തിൽ കുത്തിയിറക്കി.